ബൃന്ദയുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ പഴയ കാലമാണ്. ആ ജുവനൈൽ ഹോം. അവിടെ സത്യമുണ്ട്. അവിടേക്കാണ് ഠാക്കൂറിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഠാക്കൂർ ആകെ പേടിച്ചു വിറച്ചിട്ട് ഒരു ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. എല്ലാവരും തന്നെ കൊല്ലുമെന്നാണ് അവന്റെ വിചാരം. സത്യ അവനെ നോട്ട് ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി സത്യ അവനോട് വന്ന് ആരും നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നു. ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങാനും അവനോട് പറയുന്നു. സത്യ ഠാക്കൂറിനെ ഒരുവിധം സമാധാനിപ്പിച്ച് പുറത്തിറക്കുന്നു. ഠാക്കൂർ സത്യവുമായി അടുക്കുകയാണ്. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ പേടിച്ചിരിക്കുന്നു എന്ന് സത്യ അവനോട് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കുറെ പേരെ കൊന്നുവെന്നും അതുകൊണ്ട് തന്നെ നാട്ടുകാർ തന്നെ കൊല്ലാൻ നോക്കുകയാണെന്നും ഠാക്കൂർ സത്യയോട് പറയുന്നു. പക്ഷെ സത്യ ഠാക്കൂറിനെ സമാധാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ജന്മവും ദൈവവും ഒന്നുമില്ലെന്ന് സത്യ പറയുന്നു. ആൾക്കാരെല്ലാം കൂടെ നിന്നെ ഭ്രാന്തനാക്കിയതാണ്. സത്യയുടെ വാക്കുകൾ ഠാക്കൂറിന് വലിയ വിശ്വാസമാകുന്നു. നിന്നെ കൊല്ലാൻ ആരും വരില്ലെന്ന് സത്യ അവനോട് പറയുന്നു. ഇനി ആരെങ്കിലും വരുവാണെങ്കിൽ ഞാനും നിന്റെ കൂടെ ഉണ്ടാവുമെന്നും സത്യ അവന് ഉറപ്പ് കൊടുക്കുന്നു. ഠാക്കൂറിന് ഇതെല്ലാം വലിയ വിശ്വാസമാവുകയാണ്. അവൻ സത്യ വല്ലാതെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. അടുത്ത സീൻ, കഴിഞ്ഞ എപ്പിസോഡിൽ ഠാക്കൂർ ഒരു ബസ് പാലത്തിൽ നിന്നും പുഴയിലേക്ക് മറിച്ചത് നമ്മൾ കണ്ടതല്ലേ? അതിൽ നിന്നുള്ള മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയാണ്. അവിടെ ബൃന്ദയും സാരഥിയും എല്ലാം ഉണ്ട്. പുഴക്കരയിൽ കുറെ മൃതദേഹങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. ആളുകൾ കരയുന്നുണ്ട്. അബ്ദുള്ളയ്ക്ക് പകരമാണ് ഠാക്കൂർ ആ വണ്ടി ഓടിച്ചത്. 50 പേരാണ് മരിച്ചിരിക്കുന്നത്. നമ്മൾ എത്രയും പെട്ടെന്ന് ഠാക്കൂറിനെ പിടിക്കണമെന്ന് ബൃന്ദ പറയുന്നു. അയാളുടെ സ്കെച്ച് ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കണം. എല്ലായിടത്തും അത് വിതരണം ചെയ്യണം. ACP ബൃന്ദയോട് നീ സസ്പെൻഷനിലായിട്ടും വർക്ക് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും അവളെ ആ വർക്ക് ചെയ്യാൻ അദ്ദേഹം അനുവദിക്കുന്നു. ഠാക്കൂറിന്റെ സ്കെച്ച് വരയ്ക്കുകയാണ്. പഴയ ഫോട്ടോയും കൂടാതെ അന്ന് ഠാക്കൂറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവനെ കണ്ട പോലീസുകാർ പറഞ്ഞതുമനുസരിച്ച് ഠാക്കൂറിന്റെ ചിത്രം വരച്ചെടുക്കുന്നു. അതെല്ലായിടത്തും ഒട്ടിക്കുകയാണ്. ബൃന്ദ ഇപ്പോൾ ആ ടീമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ സമയം ആനന്ദ് അവൻ തന്റെ അനുയായികളോട് തന്റെ അനുഭവങ്ങൾ പറയുകയാണ്. ദൈവത്തിന്റെ പേരിൽ തന്റെ അമ്മയെ അവർ കൊലപ്പെടുത്തി. അനിയത്തെ ഒരു മടിയും കൂടെ ദൈവത്തിന് ബലി കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പോലും അതിനെതിരെ ശബ്ദിച്ചില്ല. അന്ന് രാത്രി ദൈവത്തോട് തനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയെന്ന് ആനന്ദ് പറയുന്നു. ഇതേപോലെ മാനസികാവസ്ഥയുള്ളവരാണ് അവിടെ ചുറ്റും മൂടി നിൽക്കുന്ന എല്ലാവരും. അവന്റെ ഈ പ്രസംഗമെല്ലാം അവരിൽ വല്ലാത്ത ആവേശം ഉണർത്തുന്നുണ്ട്. ദൈവത്തിന്റെ പേരും പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ എന്നിൽ നിന്ന് അകറ്റി. ദൈവത്തിന്റെ പേരിൽ നടത്തുന്ന അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കാനാണ് അവൻ പറയുന്നത്. അങ്ങനെയുള്ളവരെല്ലാം കൊല്ലാനാണ് അവരുടെ തീരുമാനം. അവിടേക്ക് ഠാക്കൂറും വന്നിട്ടുണ്ട്. ഈ സമയം ബൃന്ദയും സാരഥിയും ഠാക്കൂറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ബൃന്ദയുടെ സംശയം ജ്വാലാപൂരിൽ നിന്നും കിട്ടിയ അറിവ് വെച്ച് ഠാക്കൂർ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളാണ്. അതുപോലെ ഒരു പേടി തൊണ്ടരും. അങ്ങനെയുള്ള ഒരാൾക്ക് തന്റെ പരിമിതമായ അറിവ് വെച്ച് ഇത്രയും പേരെ എങ്ങനെ കൊല്ലാൻ സാധിക്കുമെന്ന് അവൾ ചോദിക്കുന്നു. ഠാക്കൂറിന്റെ പിന്നിൽ വേറെ ആരും ഉണ്ടെന്ന് അവൾക്ക് സംശയം തോന്നുന്നു. ഠാക്കൂർ സാധാരണ ഒരു വിക്ടിമിനെ കൊന്ന ശേഷം ആ വിക്ടിം ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് പോയി മാസ് മർഡർ ചെയ്യുകയാണ് പതിവ്. പക്ഷേ എന്തിനാണ് പിന്നെ ആനന്ദിന്റെ അച്ഛനെ കൊന്നതെന്ന് അവൾ ചോദിക്കുന്നു. അതിലെന്തോ പൊരുത്തക്കേടുണ്ടെന്നും അവൾ പറയുന്നു. ഈ സമയം ആനന്ദ് ഠാക്കൂറിന് ഭക്ഷണം കൊടുക്കുകയാണ്. ചിക്കൻ ബിരിയാണിയൊക്കെ അവന് വിളമ്പി കൊടുക്കുന്നു. ഠാക്കൂറിന്റെ കണ്ണിൽ ആനന്ദിനോടുള്ള ബഹുമാനം കാണാം. ഈ സമയം ഠാക്കൂർ കരയാൻ ആരംഭിക്കുന്നു. ഞാൻ ഇത്തരം തെറ്റുകൾ ചെയ്തുകൊണ്ട് പോലീസ് എന്നെ അന്വേഷിച്ച് വരില്ലേ എന്ന് ഠാക്കൂർ സത്യയോട് ചോദിക്കുന്നു. ഞാൻ തിരിച്ച് ജുവനൈൽ ഹോമിൽ തന്നെ പോട്ടെ എന്നും അവൻ ചോദിക്കുന്നു. എനിക്കാകെ പേടിയാണ്. ആരൊക്കെയോ എന്റെ പുറകിലുള്ള പോലെ തോന്നുന്നു. പക്ഷേ സത്യ ഇതിനെല്ലാം ദൈവത്തിന്റെ പേര് പറഞ്ഞ് വീണ്ടും ഠാക്കൂറിന് അവൻ ശക്തി കൊടുക്കുകയാണ്. ഇങ്ങനെ ഠാക്കൂറിന്റെ മനസ്സിനെ സത്യ നിയന്ത്രിക്കുകയാണ്. ഈ സമയം ബൃന്ദ അവിടെ എത്തിയിട്ടുണ്ടെന്ന് സത്യയോട് ഒരാൾ വന്ന് പറയും. കൂടെയുള്ള ആളോട് ഠാക്കൂറിനെ നോക്കാൻ പറഞ്ഞ് സത്യ ബൃന്ദയെ കാണാൻ പോവുകയാണ്. അവിടെ ബൃന്ദയും സാരഥിയും എത്തിയിട്ടുണ്ട്. തങ്ങൾക്കൊരു ഹെൽപ്പ് വേണമെന്ന് ആനന്ദിനോട് ബൃന്ദ പറയുന്നു. അന്ന് നിങ്ങളും നിങ്ങളുടെ ഫാദറും ഏതെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവൾ ആനന്ദിനോട് ചോദിക്കുന്നു. ബൃന്ദയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ആനന്ദിന് മനസ്സിലാവുന്നു. പക്ഷെ അയാൾ ഒന്നും കാണിക്കുന്നില്ല. ആനന്ദ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. എന്നിട്ട് കൂടെയുണ്ടായ ആളെ ഒന്ന് നോക്കിയിട്ട് താൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. അയാൾ ഒരു റെസിപ്റ്റുമായി തിരിച്ചു വരുന്നു. അച്ഛനെ ജഗന്നാഥ് കോവിലിൽ കൊണ്ടുപോകാനായി ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെന്ന് ആനന്ദ് അവരോട് പറയുന്നു. അതിനായി ടിക്കറ്റും ഞാൻ ബുക്ക് ചെയ്തിരുന്നു. എന്നായിരുന്നു എന്ന് ബൃന്ദ ചോദിക്കുന്നു. അത് അച്ഛൻ കൊല്ലപ്പെട്ട ദിവസം തന്നെയാണ്. സാരഥി ആനന്ദിനോട് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി 2 പോലീസുകാരെ ഇവിടെ നിർത്തട്ടെ എന്ന് ചോദിക്കുന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഡിസ്റ്റർബ്ഡ് ആണെന്നും അതൊന്നും ആവശ്യമില്ലെന്നും ആനന്ദ് പറയുന്നു. ബൃന്ദ ആനന്ദിന്റെ അച്ഛൻ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നുവെന്നും അദ്ദേഹത്തിന് കൊന്നത് ആരാണെങ്കിലും ഞങ്ങൾ അവരെ പിടിക്കുമെന്നും ആനന്ദിന് ഉറപ്പ് കൊടുക്കുന്നു. അവർ അവിടെ നിന്ന് പോവുകയാണ്. അവൾ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ എന്ന് ആ കൂടെയുള്ളയാൾ ആനന്ദിനോട് ചോദിക്കുന്നു. നമുക്ക് അവളെ അങ്ങ് കൊന്നുകളയാമെന്നും അയാൾ പറയുന്നു. അത് വേണ്ടെന്ന് ആനന്ദ് പറയുന്നു. അതെന്താണെന്നുള്ള അയാളുടെ ചോദ്യത്തിന് അതെനിക്ക് അറിയില്ല എന്ന് അവൻ മറുപടി പറയുന്നു. ഒരുപക്ഷെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതെന്റെ പെങ്ങളാണെന്ന് മനസ്സിലായിട്ടുണ്ടാകാം. അടുത്ത സീൻ ഒരു പാർട്ടിയാണ്.
അവിടെ ബൃന്ദയുടെ അനിയത്തിയുണ്ട്. അവിടെ അവളുടെ ബോയ്ഫ്രണ്ടുമുണ്ട്. ആ പാർട്ടിയിൽ വെച്ച് ഒരുത്തൻ അവളുടെ ബോയ്ഫ്രണ്ടിനോട് നിന്നെ പോലീസ് പിടിച്ചല്ലോ എന്നും നിന്റെ ഗേൾഫ്രണ്ടിന്റെ ചേച്ചി നിന്നെ കുറെ ഇടിച്ചോ എന്നും ഒക്കെ ചോദിച്ച് അവനെ പ്രകോപിപ്പിക്കുന്നു. അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ മറ്റുള്ളവരോട് ചെയ്യുന്ന പോലെ പോലീസിനോട് ചെയ്താൽ നല്ല വിവരം അറിയുമെന്നും ആ മറ്റേ പയ്യൻ പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ട് അവൻ തന്റെ കാറിലേക്ക് പോയിരിക്കുന്നു. ഇത് ബൃന്ദയുടെ സിസ്റ്റർ കാണുന്നുണ്ട്. അവളും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവനെ ആശ്വസിപ്പിക്കാൻ അവൾ ആ കാറിൽ കയറി ഇരിക്കുന്നു. എന്താണെന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അവൻ അവളെ കയറി ഉമ്മ വെക്കുന്നു. അവൾ പക്ഷേ അതിന് തയ്യാറല്ലായിരുന്നു. അവൻ വീണ്ടും അവളെ കടന്നു പിടിക്കുന്നു. അവൾ അവനെ തള്ളി മാറ്റുന്നു. എല്ലാം കൂടെ അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ അവളെ കാറിൽ നിന്ന് വലിച്ചിറക്കുന്നു. അത് എതിർക്കുന്ന അവളെ അവൻ അടിക്കുന്നുണ്ട്. അവൻ അവളെ വല്ലാതെ ഉപദ്രവിക്കുന്നു. നീ എന്റെ കൂടെ പാർട്ടിക്ക് വരും, വീഡിയോ കോൾ വിളിക്കും, ഇപ്പൊ നീ എന്തിനാ എങ്ങനെ കാണിക്കുന്നു എന്നും അവൻ ചോദിക്കുന്നു. ഞാൻ വിളിച്ചാൽ 1000 പെണ്ണുങ്ങൾ എന്റെ പുറകെ വരും. ഇതൊക്കെ പറഞ്ഞ് അവളെ വല്ലാതെ അവൻ നാണം കെടുത്തുകയാണ്. ചുറ്റും കുറെ പേർ ഇത് കാണുന്നുണ്ട്. അവളാകെ നാണം കെടുകയാണ്. അവൾ അവിടെ ഇരുന്ന് കരയുന്നു. അവളുടെ ആ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അവർ ഓടി വന്ന് അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അടുത്ത സീൻ അങ്ങോട്ടേക്ക് ബൃന്ദ എത്തുകയാണ്. അവൾ അകത്തേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട് അവനെ പിടിച്ചിറക്കി കൊണ്ടുവരുന്നു. അവൻ സോറി പറയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അനിയത്തിയോട് ചെയ്തതുപോലെ തന്നെ അവനെയും അവൾ ചെയ്യുന്നു. നിന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ അവൾ നിന്റെ കൂടെ വന്നതെന്ന് ബൃന്ദ അവനോട് ചോദിക്കുന്നു. അവളെ ഭീഷണിപ്പെടുത്താനോ നാണം കെടുത്താനോ ഞാൻ സമ്മതിക്കില്ല എന്ന് അവൾ പറയുന്നു. നീ മേലാൽ തന്റെ അനിയത്തിയോട് അങ്ങനെയൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞ് അവനെ അവിടെ വിട്ട് അനിയത്തിയും കൂട്ടി അവൾ അവിടുന്ന് പോകുന്നു. അവർ വീട്ടിലെത്തി അമ്മയോട് ഇതൊന്നും പറയേണ്ടെന്ന് ബൃന്ദ അവളോട് പറയുന്നു. എന്തായാലും ഇതോടെ അനിയത്തിക്ക് അവളോടുള്ള ദേഷ്യവും വെറുപ്പും എല്ലാം മാറുന്നുണ്ട്. ബൃന്ദയോട് അവൾ സോറി പറയുന്നു. അടുത്ത ദിവസം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. ACP ആകെ വിഷമത്തിലാണ്. ആനന്ദ് പറഞ്ഞ ജഗന്നാഥ് ടെമ്പിൾ അന്വേഷിച്ചിട്ട് ഒരു ക്ലൂവും അവർക്ക് കിട്ടിയിട്ടില്ല. അവിടെ ഒന്നും നടന്നതായിട്ട് അറിയില്ല. അങ്ങനെയെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ACP അവരോട് ചോദിക്കുന്നു. ബൃന്ദ അവരോടൊരു പ്ലാൻ പറയുകയാണ്. ACP അതിന് സമ്മതിക്കുന്നു. അതിനായി അവൾ പുറപ്പെടുകയാണ്. അവൾ അമ്മയും അനിയത്തിയും വേറൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു. പോലീസ് ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കുകയാണ്. ഹില്ലറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവർ പ്രസിന് കൊടുക്കുകയാണ്. ആക്സിഡന്റ് ആയി തെറ്റിദ്ധരിപ്പിച്ച് റിലീജിയസ് ആയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് മേർഡേഴ്സ് ഈ കില്ലർ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പത്രക്കാരോട് പറയുകയാണ്. ദൈവവിശ്വാസികളെയാണ് അയാൾ ടാർഗറ്റ് ചെയ്യുന്നത്. അയാളുടെ പേര് ഠാക്കൂർ ആണെന്നും അയാളുടെ എല്ലാ വിവരങ്ങളും പോലീസ് കൈമാറുകയാണ്. അയാളുടെ നാട്ടുകാരെയും അയാളുടെ അമ്മൂമ്മയെയും അയാളുടെ വീട്ടുകാരെയും എല്ലാം കൊന്ന് ചെറുത്താനാണ് ആ ഠാക്കൂർ എന്നും അവർ പറയുന്നു. ഇത് ബൃന്ദയാണ് പറയുന്നത്. കൂടാതെ ഠാക്കൂറിനുള്ളൊരു മെസ്സേജ് പോലെ അവൾ ഠാക്കൂറിനെ വോൺ ചെയ്യുകയാണ്. മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഠാക്കൂറിനെ ഇളക്കുകയാണ് അവളുടെ ലക്ഷ്യം. നീ ആരാണെന്ന് എനിക്ക് അറിയുകയില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? പോൾ ചെയ്ത കൊല മാത്രമല്ല, നീ മുമ്പ് ചെയ്ത 12 കൊലപാതകത്തെക്കുറിച്ചും എനിക്കറിയാമെന്നും അവൾ പറയുന്നു. കഴിഞ്ഞ ജന്മത്തിലെ ഠാക്കൂറിന്റെ കൊലപാതകത്തെക്കുറിച്ചാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ പാനിക് ആകുമെന്ന് അവൾക്കറിയാം. നിന്നെ കൊല്ലാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നതെന്നും ബൃന്ദ അവനെ വോൺ ചെയ്യുകയാണ്. ഇത് ഫലിക്കുമെന്ന് ബൃന്ദയ്ക്ക് ഉറപ്പാണ്. ഇത് കേട്ടാൽ ഠാക്കൂർ എന്തായാലും ഇളകും. അവനെ പുറത്തു ചാടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഇത് മാധ്യമങ്ങളിലെല്ലാം പോവുകയാണ്. ഈ ഒരു വാർത്ത വല്ലാതെ വൈറലാകുകയാണ്. എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ട്. മരണപ്പെട്ടവരുടെ ആൾക്കാരെല്ലാം വലിയ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടുമെന്നറിയാൻ പോലീസ് വെയിറ്റ് ചെയ്യുകയാണ്. ഈ സമയം ഠാക്കൂർ അവൻ ഒളിച്ചു താമസിക്കുന്നിടത്ത് സന്തോഷമായിട്ടിരിക്കുകയാണ്. അവൻ പുറത്ത് ആനന്ദിന്റെ അച്ഛന്റെ വീൽ ചെയറിൽ കളിക്കുകയായിരുന്നു. അവനോട് അകത്ത് പോയിരിക്കാൻ അവിടെയുള്ള ആൾ ആവശ്യപ്പെടുന്നു. നീ പുറത്തുനിന്നാൽ ശരിയാവില്ലെന്നും അവനോട് അയാൾ പറയുന്നുണ്ട്. അയാൾ അവനെ അകത്ത് കൊണ്ടുപോകുന്നു. കറക്റ്റായി അവന് ടിവിയും വെച്ചു കൊടുക്കുന്നു. ആ ന്യൂസ് അവൻ കാണുകയാണ്. ബൃന്ദ അവനെ വിളിച്ച് സംസാരിക്കുന്ന പോലെ അവന് തോന്നുന്നു. അവൻ ആകെ പാനിക് ആവുകയാണ്. ഈ ഒരു സീനോടെ ബൃന്ദയുടെ 6ാമത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.